ലോക ഭിന്നശേഷി ദിനത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ കരിദിനാചരണവും ധർണയും നടത്തി ജില്ലയിലെ വിവിധ ഭിന്നശേഷി സംഘടനകൾ. അവകാശ നിഷേധത്തിനും അവഗണനയ്ക്കും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാരിന്റെ പ്രവണതയ്ക്കെതിരെയുമാണ് കരിദിനാചരണം സംഘടിപ്പിച്ചത്. സംസ്ഥാന ഭിന്നശേഷി ചെയർമാൻ ബാലൻ കാട്ടുങ്ങൽ ധർണ ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള തുക കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക, KSRTCയിൽ ഭിന്നശേഷിക്കാർക്ക് മാനദണ്ഡമനുസരിച്ചുള്ള ഇളവ് ലഭ്യമാക്കുക, അർഹമായ എല്ലാ ഭിന്നശേഷിക്കാർക്കും ക്ഷേമ പെൻഷൻ നൽകുക, സർക്കാർ വർദ്ധിപ്പിച്ച കെട്ടിട വൈദ്യുതി കുടിവെള്ള ബില്ലുകളിൽ സബ്സിഡി അനുവദിക്കുക, UDID കാർഡുകൾ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കുക, സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ഭിന്നശേഷി സൗഹാർദ്ദ കേരളം പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുക, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്പെഷ്യൽ സ്കൂളുകൾ കൊണ്ടുവരിക, ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരങ്ങളും സംരംഭങ്ങളും ആരംഭിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ജില്ലയിലെ വിവിധ ഭിന്നശേഷി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം സംസ്ഥാന ഭിന്നശേഷി ചെയർമാൻ ബാലൻ കോട്ടുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ഈ RPWD ആക്ട് വന്നിട്ട് ഇപ്പോൾ 11 വർഷം കഴിഞ്ഞു. അത് ഫലപ്രദമായി നടപ്പിലാക്കാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. നമ്മൾ ബംഗാളി എന്നും അണ്ണാച്ചി എന്നും ബീഹാറി എന്നും എല്ലാം വിളിച്ച് കളിയാക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഫലപ്രദമായ രൂപത്തിൽ ഭിന്നശേഷി നിയമം നടപ്പിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും ഇവിടെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന് പറയുകയല്ലാതെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് നിലവിൽ വരുമ്പോൾ അവിടേക്ക് ഒരു വീൽചെയർ കയറാനുള്ള ഒരു വഴി മാത്രം, ഒരു സ്റ്റെപ്പ് ഇല്ലാത്ത ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ട് പറയും ഇത് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണ്, ഭിന്നശേഷി സൗഹൃദ ഓഫീസാണ് എന്ന് പറയും. എന്നാൽ ഭിന്നശേഷിക്കാരന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആ ഓഫീസ് പോലെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കേണ്ടതാണ്. മധു കാരന്തൂർ അധ്യക്ഷനായ ചടങ്ങിൽ മജീദ് പൂനൂർ, മുഹമ്മദ് മടവൂർ, AKPHI ഡയറക്ടർ അശോകൻ കക്കഞ്ചേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.